ഹായ് ഫ്രണ്ട്സ്, വേൾഡ് ഹിസ്റ്ററിയുടെ ഫിഫ്ത്ത് സം വേൾഡ് ഹിസ്റ്ററിയുടെ സെക്കൻഡ് മൊഡ്യൂളാണ് നോളജ് ആൻഡ് എക്കോണമി. അതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് സയൻറ്റിഫിക് റെവല്യൂഷൻ. സയൻറ്റിഫിക് റെവല്യൂഷൻ ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ സയൻറ്റിഫിക് തോട്ട് ടുക്ക് പ്ലേസ് ഡ്യൂറിങ് ദ 16th and 17th century. ഈ സയൻറ്റിഫിക് തോട്ടിൽ മെയിനായിട്ട് ചേഞ്ച് വന്നത് 16-17 നൂറ്റാണ്ടിലാണ്. To the handful of brilliant individual laid foundation for science as we know it today. ഇന്ന് നമ്മൾ കാണുന്ന സയൻസിന് ഫൗണ്ടേഷൻ കൊടുത്തത് ഒരു ബ്രില്യൻറ്റ് ഇൻഡിവിജ്വൽസാണ്. എ ന്യൂ ഔട്ട്ലുക്ക് ഓൺ നാച്ചർ എമേർജ് ഡ്യൂറിങ് ദ സയൻറ്റിഫിക് റെവല്യൂഷൻ. സയൻറ്റിഫിക് റെവല്യൂഷനിൽ പുതിയൊരു ഔട്ട്ലുക്ക് തന്നെയാണ് എമേർജ് ചെയ്തു വന്നത്. റിപ്ലേസിങ് ദി ഗ്രീക്ക് വ്യൂവിനെ മാറ്റിക്കൊണ്ടാണ് പുതിയൊരു സയൻസ് വന്നത്. ആൻഡ് വ്യൂ ദാറ്റ് ഡോമിനേറ്റ് ദ സയൻസ് ഫോർ ഓൾമോസ്റ്റ് 2000 years. 2000 വർഷം വരെ തന്നെ ഈ ഗ്രീക്ക് വ്യൂവിനെ മാറ്റി പുതിയൊരു സയൻസ് ഡൊമിനേറ്റായി വന്നു. സയൻസ് ബിക്കം എൻ ഓട്ടോണമസ് ഡിസിപ്ലിൻ. സയൻസ് ഒരു ഓട്ടോണമസ് ഡിസിപ്ലിനാണ്, ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ബോത്ത് ഫിലോസഫി ആൻഡ് ടെക്നോളജി, ആൻഡ് ഇറ്റ് കെയിം ടു ബി റിഗാർഡഡ് ഹാവ് എ യൂട്ടിലിറ്റേറിയൻ കോൾഡ്. ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ബോത്ത് ഫിലോസഫിയിൽ നിന്നും ടെക്നോളജിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ് സയൻസ്. അതിന് നമ്മൾ എന്ത് പറയും? യൂട്ടിലിറ്റേറിയൻ ഗോൾ എന്ന് പറയും. ഡ്യൂറിങ് 1500 and 1600s സീരീസ് ഓഫ് ഇവൻറ്റ് ലെഡ് ടു ദ ബർത്ത് ഓഫ് മോഡേൺ സയൻസ്. 1500 ദ ബർത്ത് ഓഫ് സയൻസ് ഈസ് കോൾഡ് റെവല്യൂഷൻ. സയൻസിൻ്റെ ബർത്ത് എന്ന് പറഞ്ഞാൽ അതിനാണ് റെവല്യൂഷൻ പറയുക. ബിക്കോസ് സയൻസ് ആസ് റാഡിക്കൽ ന്യൂ ഐഡിയാസ്. സയൻസിൽ റാഡിക്കലായിട്ടുള്ള പുതിയ ഐഡിയകളുണ്ട്. ഇറ്റ് വാസ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ലുക്കിംഗ് അറ്റ് ദ വേൾഡ്. വേൾഡിനെ നോക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. സം ഹിസ്റ്റോറിയൻ കൺസിഡർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് മോഡേൺ സയൻസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇവൻ ഇൻ്റലക്ച്വൽ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡിലുള്ള ഇൻ്റലക്ച്വൽ ഹിസ്റ്ററിയെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മോഡേൺ സയൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. ഡു മോർ ദാൻ ഐഡൻറ്റിഫൈ ഫാക്ട്. അവർ ഫാക്റ്റുകളെ മനസ്സിലാക്കാനാണ് ഈ സയൻറ്റിസ്റ്റ് ചെയ്യുക. Explain the fact they have observed. An explanation of the scientific develop are based on fact are called theories. ഈ സയൻറ്റിസ്റ്റുകൾ കൊടുത്ത എക്സ്പ്ലനേഷൻ ബേസ്ഡ് ഓൺ ഫാക്റ്റിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ, അതിനാണ് നമ്മൾ തിയറീസ് എന്ന് പറയും. തിയറീസ് ആർ നോട്ട് അക്സെപ്റ്റഡ് ഓൺ ഫെയ്ത്ത്, ദേ മസ്റ്റ് ടെസ്റ്റഡ് ടു ബി ദ ട്രൂ. അത് ഫെയ്ത്ത് കൊണ്ട്, വിശ്വാസം കൊണ്ട് പറയുക അക്സെപ്റ്റ് ചെയ്തതല്ല, അത് ട്രൂ ആണെന്ന് ടെസ്റ്റ് ചെയ്തതാണ്. ദ സയൻറ്റിസ്റ്റ് ഡിസൈൻ എക്സ്പെരിമെൻറ്റ് ടു ടെസ്റ്റ് ദെയർ തിയറീസ്. സയൻറ്റിസ്റ്റ് പല എക്സ്പെരിമെൻറ്റുകളും ഡിസൈൻ ചെയ്യുന്നുണ്ട്. എന്തിനാണ്? അവരുടെ തിയറി ട്രൂ ആണെന്ന് കാണിച്ചു കൊടുക്കാൻ. ഇഫ് ദ എക്സ്പെരിമെൻറ്റ് കീപ് ഷോയിങ് ദാറ്റ് ദ തിയറി മേക്ക് സെൻസ്, ദ തിയറി ഈസ് കെപ്റ്റ്. ഇഫ് ദ എക്സ്പെരിമെൻറ്റ് ഡു നോട്ട് സപ്പോർട്ട് ദ തിയറി, ഈ എക്സ്പെരിമെൻറ്റ് തിയറിയെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ദ സയൻറ്റിസ്റ്റ് ട്രൈ എ ന്യൂ തിയറി ഇൻ ദിസ് വേ. സയൻറ്റിസ്റ്റ് പുതിയൊരു തിയറിയെ കൊണ്ടുവരുന്നു. ദ സയൻറ്റിസ്റ്റ് ലേൺ മോർ അബൌട്ട് ദ വേൾഡ്. അവരാണ് ഈ വേൾഡിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നത്. ഇനി അടുത്ത ടോപ്പിക്കാണ് എ റെവല്യൂഷൻ ഇൻ തിങ്കിങ്. ബൈ ദ എൻഡ് ഓഫ് ദ മിഡീവൽ പീരിയഡ് ദ സയൻസ് റീപ്ലേസ്ഡ് ക്രിസ്ത്യാനിറ്റി ആസ് ദ ഫോക്കൽ പോയിന്റ് ഓഫ് യൂറോപ്യൻ സിവിലൈസേഷൻ. യൂറോപ്യൻ സിവിലൈസേഷൻ്റെ ഫോക്കൽ പോയിൻ്റ് ആയിരുന്ന ക്രിസ്ത്യാനിറ്റിയെ മാറ്റിക്കൊണ്ട് സയൻസിനെ റീപ്ലേസ് ചെയ്തു. സയൻസിനെ അവിടെ വെച്ചു, ക്രിസ്ത്യാനിയെ മാറ്റിക്കൊണ്ട്. അത് എന്നാണ്? മിഡീവൽ പീരീഡിൻ്റെ എൻഡിലോട് കൂടി ക്രിസ്ത്യാനിറ്റിയെ മാറ്റി അവിടെ സയൻസ് ആക്കി. ഔട്ട് ഓഫ് ദ ഫെർമെൻറ്റ് ഓഫ് ദ റിനൈസൻസ് റിഫോർമേഷൻ ആർ അറൗസ് ന്യൂ വ്യൂ ഓഫ് സയൻസ് ബ്രിങ്ങിങ് അബൌട്ട് ദ ഫോളോയിങ് ട്രാൻസ്ഫോർമേഷൻ. ഇതിൽ എന്തൊക്കെ ട്രാൻസ്ഫോർമേഷൻ വന്ന് നമുക്ക് നോക്കാം. ദ റിഡക്ഷൻ ഓഫ് കോമൺ സെൻസ് ഇൻ ഫേവർ ഓഫ് അബ്സ്ട്രാക്ട് റീസണിങ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഫോർ എ ക്വാളിറ്റേറ്റീവ് വ്യൂ ഓഫ് നേച്ചർ. ക്വാളിറ്റേറ്റീവ് വ്യൂ ഓഫ് നേച്ചറിൽ നിന്നും അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് വ്യൂ ആണ്. ദ വ്യൂ നേച്ചർ ഒരു മെഷീനാണ് റേദർ ദാൻ എ ഓർഗാനിസം. ഒരു ഓർഗാനിസം ഇല്ല. ദ ഡെവലപ്മെൻറ്റ് ഓഫ് എക്സ്പെരിമെൻ്റൽ സയൻറ്റിഫിക് മെത്തേഡ് ദാറ്റ് സോ ഡിഫറെൻറ്റ് ആൻസർ ടു സെർട്ടൻ ലിമിറ്റഡ് ക്വസ്റ്റ്യൻ. ഇവർ ആൻസർ ചെയ്യാൻ തുടങ്ങി. എന്തിനെ? ഒരു സെർട്ടൻ ലിമിറ്റഡ് ക്വസ്റ്റ്യൻസിനെ അവർ എക്സ്പെരിമെൻറ്റിലൂടെ ഡെവലപ്പ് ചെയ്തെടുത്തു. സയൻറ്റിഫിക് മെത്തേഡാണ് അവരവിടെ യൂസ് ചെയ്തത്. ദ അക്സെപ്റ്റ് ഓഫ് ന്യൂ ക്രിറ്റീരിയ ഫോർ എക്സ്പ്ലനേഷൻ സ്ട്രെസ്സിങ് ഹൗ റെദർ ദാൻ വൈ. അവർ ഹൗവിനാണ് ഇമ്പോർട്ട് കൊടുത്തത്, എങ്ങനെ എന്നുള്ളതിന്. വൈ എന്തുകൊണ്ട് എന്നുള്ളതിനല്ല, എങ്ങനെ ഇത് സംഭവിച്ചു. വാട്ട് that had characterized the Greek approach for the final causes. The growing flood of the information that resulted from a scientific revolution put heavy strain upon the old institution and practice. Old institution പ്രാക്ടീസിനും ഇത് വളരെ ഒരു സ്ട്രെയിൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. It was no longer sufficient to publish a scientist's
scientific result in expensive book that few could buy. ഇത് സയൻറ്റിഫിക് ആയിട്ടുള്ള ഈ ബുക്കുകൾ, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ ബുക്കുകൾ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ വാങ്ങാൻ കഴിയുള്ളൂ. ദി ഇൻഫോർമേഷൻ ഹാഡ് ടു സ്പ്രെഡ് വൈഡ്ലി ആൻഡ് റീപ്പിഡ്ലി. എന്നാൽ ഈ ഇൻഫോർമേഷൻ വൈഡ്ലി ആയിട്ട് ആൻഡ് റാപ്പിഡ്ലി പെട്ടെന്നും തന്നെ ഇത് വ്യാപിച്ചു. നാച്ചുറൽ ഫിലോസഫർ ഹാഡ് ടു ബി ഷുവർ ഓഫ് ദെയർ ഡാറ്റ. നാച്ചുറൽ ഫിലോസഫർ അവരുടെ ഡാറ്റയെ അവർക്ക് ഉറപ്പുണ്ട്. ആൻഡ് ടു ദ എൻഡ് ദേ റിക്കോർഡ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ക്രിട്ടിക്കൽ കൺഫർമേഷൻ ഓഫ് ദയർ ഡിസ്കവറീസ്. അവരുടെ ഡിസ്കവറീസിൽ നിന്ന് അവർക്ക് ക്രിട്ടിക്കലായിട്ടുള്ളതും അതേപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് അവരെത്തി. ദ സയൻറ്റിഫിക് സൊസൈറ്റി sprang up and beginning in Italy in the early year of 17th century. സയൻറ്റിഫിക് സൊസൈറ്റി ഇറ്റലിയിലാണ് ഇതിൻ്റെ തുടക്കം. ഈ 17ാം നൂറ്റാണ്ടിൽ ഇതിൻ്റെ തുടക്കം ഇറ്റലിയിലാണ്. ആൻഡ് കൾമിനേറ്റ് ഇൻ ടു ഗ്രേറ്റ് നാഷണൽ സയൻറ്റിഫിക് സൊസൈറ്റി ദാറ്റ് മാർക്ക് ദ സെനീത്ത്. Next paragraph. In this society, this society and other like them all over the world, natural philosophers could gather to examine and discuss and criticize new discoveries and old theories. ഇൻ ദിസ് സൊസൈറ്റി, ഈ സൊസൈറ്റിയിലും അതേപോലെ തന്നെ വേൾഡിലുള്ള മറ്റുള്ളവരും ഈ നാച്ചുറൽ ഫിലോസഫേഴ്സും കുഡ് ഗ്യാദർ ടു എക്സാമിൻ ആൻഡ് ഡിസ്കസ് ആൻഡ് ക്രിട്ടിസൈസ് ന്യൂ ഡിസ്കവറീസ് ആൻഡ് ഓൾഡ് തിയറീസ്. ഓൾഡ് തിയറികളും പുതിയ കണ്ടെത്തലുകളും ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. ടു പ്രൊവൈഡ് എ ഫേം ബേസിസ് ഫോർ ദിസ് ഡിസ്കഷൻ. അവരെന്താണ് ഒരു ഫേം ബേസിസ് കൊടുത്തു ഈ ഡിസ്കഷന്. സൊസൈറ്റി ബിഗൻ ടു പബ്ലിഷ് എ സയൻറ്റിഫിക് പേപ്പർ. സൊസൈറ്റി പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി, സയൻറ്റിഫിക് പേപ്പേഴ്സുകളൊക്കെ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. ദ ഓൾഡ് പ്രാക്ടീസ് ഓഫ് ഹൈഡിങ് ന്യൂ ഡിസ്കവറീസ് ഇൻ പ്രൈവറ്റ് ജാർഗോൺ ഓർ അബ്സ്ട്രാക്ട് ലാംഗ്വേജ് ഓർ ഈവൻ അനാഗ്രം ഗ്രാജുവലി ഗേവ് വേ ടു ദ ഐഡിയൽ ഓഫ് യൂണിവേഴ്സൽ കംപ്രിഹെൻസിബിലിറ്റി. എല്ലാവർക്കും പണ്ടത്തെ കാലത്ത് ഇത് എന്തെങ്കിലും ഒരു പുതിയ എന്തെങ്കിലും തിയറീസ് കൊണ്ടുവന്നാൽ അവരെ ഹൈഡ് ചെയ്യാനാണ് ശ്രമിക്കുക. ഇങ്ങനെ പ്രൈവറ്റ് ജാർഗോണിലും അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റ് ബുദ്ധിമുട്ടുള്ള ലാംഗ്വേജുകളിലും അവർക്ക് പ്രൈവറ്റായിട്ട് ഈ പുതിയ ഡിസ്കവറീനെസ്സിനെ പ്രൈവറ്റ് ആക്കാൻ ശ്രമിക്കും. എന്നാൽ ഇന്നത്തെ ഐഡിയ യൂണിവേഴ്സിൽ എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഉണ്ട്, എല്ലാവർക്കും അത് വൈഡ്ലി സ്പ്രെഡ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ന്യൂ കാനൺ ഓഫ് റിപ്പോർട്ടിംഗ് ദ വേർഡ് ഡിവൈസസ് ഓ എക്സ്പെരിമെൻ്റൽ ആൻഡ് ഡിസ്കവറീസ് കുഡ് ബി റീപ്രൊഡ്യൂസ് ബൈ അതേഴ്സ്. ഈ എക്സ്പെരിമെൻറ്റ്സും ഡിസ്കവറീസും മറ്റുള്ളവർക്കും ഇത് റീപ്രൊഡ്യൂസ് ചെയ്യാം. ദിസ് റിക്കോർഡ് ന്യൂ പ്രിസിഷൻ ഇൻ ലാംഗ്വേജ് ആൻഡ് വില്ലിങ്നെസ് ടു ഷെയർ ദ എക്സ്പെരിമെൻ്റൽ ഓർ ഒബ്സർവേഷണൽ മെത്തേഡ്. അവരുടെ ഈ ന്യൂ പ്രിസിഷൻ ഇൻ ലാംഗ്വേജിലുള്ള ഇതിലും അതേപോലെ തന്നെ വില്ലിങ്നെസ്, അവരുടെ ആ ഒരു ഇത് അവർക്ക് ഷെയർ ചെയ്യുക, ഈ എക്സ്പെരിമെൻ്റലും ഒബ്സർവേഷൻ മെത്തേഡ്സുകളും ഷെയർ ചെയ്യാനുള്ള ഒരു വില്ലിങ്നെസ്സും. ദ ഫെയിലിയർ ഓഫ് ഓതർ റീപ്രൊഡ്യൂസ് റിസൾട്ട് കാസ്റ്റ് സീരിയസ് ഡൗട്ട് അപ്പോൺ ദ ഒറിജിനൽ റിപ്പോർട്ടിന് ഫെയിലിയർ ഓഫ് ഓതർ റീപ്രൊഡ്യൂസ് മറ്റുള്ളവരുടെ റിപ്രൊഡ്യൂസിൽ അതിൽ കാണിക്കുന്നത് ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒറിജിനൽ റിപ്പോർട്ടിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്ക് റിപ്രൊഡ്യൂസ് ചെയ്യാം. ദിസ് വർക്ക് ക്രിയേറ്റഡ് ദ ടൂൾ ഫോർ മാസീവ് അസൾട്ട് ഫോർ നാച്ചുറൽ സീക്രട്ട്. ദ സയൻറ്റിഫിക് റെവല്യൂഷൻ ബിഗെയിൻ ഇൻ ആസ്ട്രോണമി. സയൻറ്റിഫിക് റെവല്യൂഷൻ തുടങ്ങിയത് ആസ്ട്രോണമിയിൽ നിന്നാണ്. ഓൾദോ ദർ ഹാഡ് ബീൻ ഏർലിയർ ഡിസ്കഷൻ ഓഫ് ദ പോസിബിലിറ്റി ഓഫ് എർത്ത് മോഷൻ. എന്നാൽ ഇതിൽ ഏർലിയർ ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. ദ പോസിബിലിറ്റി ഓഫ് എർത്ത് മോഷനെ, ഭൂമിയുടെ കറക്കത്തെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ അവിടെ നടന്നിട്ടുണ്ട്. ദ പോളിഷ് ആസ്ട്രോണമർ കോപ്പർനിക്കസ് വാസ് ദ ഫസ്റ്റ് ടു propound a comprehensive heliocentric theory equal in scope and predictive capability to Ptolemy's geocentrical system. പോളിഷ് ആസ്ട്രോണമറായിട്ടുള്ള കോപ്പർനിക്കസ് വാസ് ദ ഫസ്റ്റ്. അവരാണ് പറഞ്ഞത് ഹീലിയോസെൻട്രിക് തിയറിയാണ് കോപ്പർനിക്കസ് കൊണ്ടുവന്നത്. എന്ന് വെച്ചാൽ സൂര്യനെ ചുറ്റുകയാണ് എല്ലാ ഗ്രഹങ്ങളും എന്നാണ് കോപ്പർനിക്കസ് കൊണ്ടുവന്നത്. ഇൻ സ്കോപ്പ് ദി പ്രൊഡക്റ്റീവ് കപ്പാബിലിറ്റി പ്ടോളമിയുടെ ജിയോസെൻട്രിക് സിസ്റ്റത്തിന് എതിരെയായിട്ട് കൊണ്ടുവന്നതാണ്. ദ മോട്ടിവേറ്റഡ് ബൈ ദ ഡിസയർ ടു സാറ്റിസ്ഫൈ ദ പ്ലോട്ടോ ഡിക്റ്റം കോപ്പർനിക്കസ് വാസ് ലെറ്റ് ഓവർത്രോ ദ ട്രഡീഷണൽ ആസ്ട്രോണമി ബിക്കോസ് ഓഫ് ഇറ്റ്സ് അലൈറ്റ് വയലേഷൻ ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് യൂണിഫോം കരിക്കുലർ മോഷൻ. എന്നാൽ പ്ടോളമി ഓവർത്രോ ദ ട്രഡീഷണൽ ആസ്ട്രോണമിയെ ഓവർത്രോ ചെയ്യുകയും
പിന്നെ അതേപോലെ തന്നെ അലഗേറ്റഡ് ദ വയലേഷൻ ഓഫ് പ്രിൻസിപ്പിൾ യൂണിഫോം സർക്കുലേഷൻ മോഷൻ, യൂണിഫോമായിട്ടുള്ള സർക്കുലേഷൻ മോഷനെ വയലേഷൻ ചെയ്യുകയും ആൻഡ് ഇറ്റ്സ് ലാക്ക് ഓഫ് യൂണിറ്റി ആൻഡ് ഹാർമണി ഹാസ് എ സിസ്റ്റം ഓഫ് ദ വേൾഡ്. ലാക്ക് ഓഫ് യൂണിറ്റിയുടെ കുറവും ഹാർമണിയും അതാണ് നമ്മുടെ ഈ വേൾഡിലുള്ള സിസ്റ്റം എന്നാണ് പറയുന്നത്. റിലൈങ് ഓൺ നാച്ചർ വിർച്വലി ദ സെയിം ഡാറ്റ and as Ptolemy had processed, the Copernicus had turned the world inside out, putting the sun at the center. Sun ആണ് സെൻറ്ററിൽ എന്ന് പറഞ്ഞു. ആൻഡ് സെറ്റിംഗ് എർത്ത് ടു ദ മോഷൻ അറൗണ്ട് ഇറ്റ്. സണ്ണിനെ ചുറ്റുന്ന എർത്താണെന്ന് പറഞ്ഞു. ദ കോപ്പർനിക്കസ് തിയറി പബ്ലിഷ്ഡ് ഇൻ 1543 കോപ്പർനിക്കസ് തൻ്റെ തിയറി പബ്ലിഷ് ചെയ്തത്. പോസ്റ്റ് ദ qualitative simplicity that Ptolemaical astronomy appeared to lack. പ്ലുട്ടോണമിൽ ആസ്ട്രോണമിയിൽ ലാക്കായിട്ടുള്ള ഇതിൽ ക്വാളിറ്റേറ്റീവ് സിംപ്ലിസിറ്റി നമുക്ക് കോപ്പർനിക്കസിൻ്റെ തിയറിയിൽ കണ്ടെത്താൻ കഴിഞ്ഞു. ടു അച്ചീവ് ദ കമ്പാരബിൾ ലെവൽ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് പ്രിസിപ്ഷൻ. And however, the new system became the just complex as the old. എന്നാൽ പുതിയ ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബിക്കം ജസ്റ്റ് കോംപ്ലക്സ് ആണ്, മറ്റുള്ളവരിൽ നിന്ന് കുറച്ചും കൂടിയും സങ്കീർണമായിട്ടുള്ളതാണ്. പെർഹാപ്സ് ദ മോസ്റ്റ് റെവല്യൂഷണറി ആസ്പെക്ട് ഓഫ് കോപ്പർനിക്കൻ ആസ്ട്രോണമി ലേ ഇൻ കോപ്പർനിക്കസ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദ റിയാലിറ്റി ഓഫ് ഹിസ് തിയറി. കോപ്പർനിക്കസിൻ്റെ ഇതിൽ പറയുന്നത് റെവല്യൂഷണറി ആസ്പെക്റ്റാണ്. കോപ്പർനിക്കൻ ആസ്ട്രോണമിയുടെ റെവല്യൂഷണറി ആസ്പെക്റ്റാണ്. അതുകൊണ്ട് തന്നെ കോപ്പർനിക്കസ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദ റിയാലിറ്റി ഓഫ് ഹിസ് തിയറി, അയാളുടെ തിയറിയിൽ നിന്ന് അയാളുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാക്കാം. ദ സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ് വാസ് ഫൗണ്ട് ഇൻ ദ റിയലം ഓഫ് മെക്കാനിക്സ് ആസ് വെൽ ആസ് ആസ്ട്രോണമിയേക്കാൾ കൂടുതൽ മെക്കാനിക്സ് ആണ് എന്നാണ് പറയുന്നത്. ദ പ്ലൂട്ടോളമിക്കൽ. അതേപോലെ തന്നെ ഫ്രാൻസിസ് ബാക്കോൺ ഇൻ 1561 to 1626 was one of the leading figure of in natural philosophy. നാച്ചുറൽ ഫിലോസഫിയിലെ ഒരു ലീഡിങ് ഫിഗർ ആയിരുന്നു ഫ്രാൻസിസ് ബാക്കോൺ. ആൻഡ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻറ്റിഫിക് മെത്തഡോളജിയിലുള്ള അതേപോലെ തന്നെ നാച്ചുറൽ ഫിലോസഫിയിലുമുള്ള ഒരു ലീഡിങ് ഫിഗർ ആയിരുന്നു ഫ്രാൻസിസ് ബാക്കോൺ. ഇൻ ദ പീരിയഡ് ഓഫ് ട്രാൻസിഷൻ ഫ്രം റിനൈസൻസ് ടു ദ ഏർലി മോഡേൺ ഇറ, ഒരു പീരീഡിൽ റിനൈസൻസിൽ നിന്ന് മോഡേൺ ഇറയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, ആ ഒരു ടൈമിലായിരുന്നു ഇയാളുടെ പീരീഡ് എന്ന് പറയുന്നത്. ഹി വാസ് ട്രാൻസിഷൻ ഫ്രം റിനൈസൻസ് ടു ദ മോഡേൺ ഇറ. ഹി വാസ് എ ലോയർ, മെമ്പർ ഓഫ് പാർലമെൻറ്റ്, ലോയറാണ്, പാർലമെൻറ്റിലെ മെമ്പറാണ്, അതേപോലെ തന്നെ ക്യൂൻ കൗൺസിലുമാണ്. Bacon wrote on question of law, state, religion as well as the contemporary politics. Bacon ക്വസ്റ്റ്യൻ ചെയ്തു, ലോനെ ക്വസ്റ്റ്യൻ ചെയ്തു, സ്റ്റേറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്തു, അതേപോലെ തന്നെ റിലീജിയൻ ആസ് വെൽ ആസ് കണ്ടംപററി പൊളിറ്റിക്സ്. ഇപ്പോൾ നടന്നു നിൽക്കുന്ന പൊളിറ്റിക്സിനെ കാണും കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്ത അയാൾ ലോയിനെയും സ്റ്റേറ്റിനെയും റിലീജിയനെയുമാണ്. ബട്ട് ഹി ആൾസോ പബ്ലിഷ്ഡ് എ ടെക്സ്റ്റ് ഇൻ വിച്ച് ഹി സ്പെക്കുലേറ്റഡ് ഓൺ പോസിബിൾ കൺസെപ്ഷൻ ഓഫ് സൊസൈറ്റി ആൻഡ് ഹി പോണ്ടേർഡ് ദ ക്വസ്റ്റ്യൻ ഓഫ് എത്തിക്സിനെ ക്വസ്റ്റ്യൻ ചെയ്തും പിന്നെ പോസിബിൾ കൺസെപ്ഷനായിട്ട് സൊസൈറ്റിയുടെ പോസിബിൾ കൺസെപ്ഷനെ കുറിച്ചും ഇയാൾ സ്പെക്കുലേറ്റ് ചെയ്തു. അങ്ങനെയാണ് അയാളുടെ പല ടെക്സ്റ്റുകളും അയാൾ പബ്ലിഷ് ചെയ്തത്. ആഫ്റ്റർ ഈ സ്റ്റഡീസ് അറ്റ് ട്രിനിറ്റി കോളേജ് ആൻഡ് കാംബ്രിഡ്ജ് ആൻഡ് ക്രൈസ് ഇൻ ലണ്ടൻ, ബാക്കോൺ ട്രൈ ടു സ്റ്റാർട്ട് എ പൊളിറ്റിക്കൽ കരിയർ. ട്രിനിറ്റി കോളേജിൽ നിന്നും കാംബ്രിഡ്ജിൽ നിന്നും ക്രൈസ് ഇൻ ലണ്ടനിൽ നിന്നും ഒക്കെ പഠിച്ചു കഴിഞ്ഞ ശേഷം ബാക്കോൺ പൊളിറ്റിക്കൽ കരിയറിലേക്ക് കാലെടുത്ത് വെച്ചു. ഓൾദോ ഹിസ് എഫോർട്ട് വർ നോട്ട് ക്രൗൺഡ് വിത്ത് സക്സസ് ഡ്യൂറിങ് ദ ഇയർ ഓഫ് ക്യൂൻ എലിസബത്ത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇയാളുടെ എഫേർട്സുകളും ഒരിക്കലും സക്സസ് ആയിരുന്നില്ല ക്യൂൻ എലിസബത്തിൻ്റെ കാലത്ത്. അണ്ടർ ജെയിംസ് I, he rose to the highest political office and he is Lord Chancellor. ജെയിംസ് I കാലത്തായിരുന്നു ഇയാൾ ലോർഡ് ചാൻസലറായി മാറിയത്. ബാക്കോൺ ഇൻ്റർനാഷണൽ ഫെയിം ആൻഡ് ഇൻഫ്ലുവൻസ് ദ സ്പ്രെഡ് ഡ്യൂറിങ് ഹിസ് ലാസ്റ്റ് ഇയർ. ബാക്കോണിൻ്റെ ഇൻ്റർനാഷണൽ ഫേമസ് ആയിരുന്നു, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് സ്പ്രെഡ് ഡ്യൂറിങ് ഹിസ് ലാസ്റ്റ് ഇയർ വെൻ ഹി വാസ് ഏബിൾ ടു ഫോക്കസ് ഹിസ് എനർജി ടു എക്സ്ക്ലൂസീവ്ലി ഓൺ ഹിസ് ഫിലോസഫിക്കൽ വർക്ക്സ് ആൻഡ് ഈവൻ മോർ സോ ആഫ്റ്റർ ഹിസ് ഡെത്ത്. ഇയാളുടെ മരണശേഷവും ഇത് അറിയപ്പെട്ടു. അയാളുടെ ഫിലോസഫിക്കൽ വർക്കുകളാണ് ഇയാൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. വൻ ഇംഗ്ലീഷ് സയൻറ്റിസ്റ്റ് ഓഫ് ബോയ്ലേക്ക് സർക്കിൾ ഇൻവിസിബിൾ കോളേജ് took up his idea of cooperative research institution in their plans and preparation for establishing Royal Society.
അങ്ങനെയാണെങ്കിൽ വൻ ഇംഗ്ലീഷ് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ബോയിലെ സർക്കിൾ ഇൻവിസിബിൾ കോളേജ് ടുക്കപ്പ് സയൻറ്റിസ്റ്റ് ഓഫ് ബോയിലെ സർക്കിൾ ഇൻവിസിബിൾ കോളേജ് ഇയാളുടെ ഐഡിയാസ് ടുക്കപ്പ് ചെയ്തു ഫോർ കോർപ്പറേറ്റീവ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനെ എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയ ഇവർ ടുക്കപ്പ് ചെയ്തു ഇൻ ദയർ പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ എസ്റ്റാബ്ലിഷ് റോയൽ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത് ഉണ്ടാക്കി. To the present day, the Bacon is well known for his treatise on empiricised natural philosophy, the advancement of learning, and novum organum scientifium എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേണിംഗ് അഡ്വാൻസ്മെൻറ്റ് ഓഫ് ലേണിംഗ് അത് നമ്മൾ ഹിസ് ട്രീറ്റീസ് ഓൺ എംപിറിക്കൽ നാച്ചുറൽ ഫിലോസഫി എന്ന് പറയും. ആൻഡ് ഫോർ ഹിസ് ഡോക്ട്രിൻ ഓഫ് ദ ഇഡൽസ് he put forward his early writing as well as for the idea of modern research institute. Early writing-നെ ഇയാൾ put forward ചെയ്തു മോഡേൺ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനേക്കാളും which is described in Nova Atlantis. ഇതെല്ലാം ഇയാൾ ഡിസ്ക്രൈബ് ചെയ്തു നോവ അറ്റ്ലാന്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിലാണ്. ഓക്കെ, next we gonna study about René Descartes in 1596 and 1615. ബാൽക്കോൺ ജീവിച്ചത് 1561 to 1626. എന്നാൽ റെനെ ഡെസ്കാർട്ടസ് 1596 to 1615 was a mathematician and important scientific thinker in mathematics. ഇമ്പോർട്ടൻറ്റ് സയൻറ്റിഫിക് തിങ്കറുമാണ് മാത്തമെറ്റീഷ്യനുമാണ്. ഇൻ മാത്തമെറ്റിക്സ് ഈ ഡെവലപ്ഡ് ആൽജിബ്രിക് ജോമെട്രി. മാത്തമെറ്റിക്സിൽ അയാൾ ഡെവലപ്പ് ചെയ്ത ആൽജിബ്രിക് ജോമെട്രി. ഇൻ നാച്ചുറൽ ഫിലോസഫി ആൽജിബ്രിക് ജോമെട്രിയിലും സയൻറ്റിഫിക് തിങ്കറുമായിരുന്നു അയാൾ. ഈ നാച്ചുറൽ ഫിലോസഫി ഈ ക്യാൻ ക്രെഡിറ്റ് വിത്ത് സെവറൽ സ്പെസിഫിക് അച്ചീവ്മെൻറ്റ്സ്. നാച്ചുറൽ ഫിലോസഫിയിലും ഇയാൾ സ്പെസിഫിക് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സുകൾ കൊണ്ടുവന്നു. co-founder of the sign law of refraction co-founder-ആണ് ഇയാൾ. ഡെവലപ്പർ ഓഫ് an important empirical account of the റെയിൻബോയുടെ എംപിറിക്കൽ അക്കൗണ്ടുകളെക്കുറിച്ചും ഇയാൾ ഡെവലപ്പ് ചെയ്തു. അതേപോലെ തന്നെ സൈൻ ലോ ഓഫ് റിഫ്രാക്ഷൻ ആൻഡ് എംപിറിക്കൽ അക്കൗണ്ട് ഓഫ് ദ റെയിൻബോ ആൻഡ് പ്രപ്പോസർ ഓഫ് നാച്ചുറലിസ്റ്റിക് അക്കൗണ്ട് ഓഫ് ദ ഫോർമേഷൻ ഓഫ് ദ എർത്ത് ആൻഡ് പ്ലാൻ. എർത്തിൻ്റെയും പ്ലാനിൻ്റെയും നാച്ചുറലിസ്റ്റിക് അക്കൗണ്ട് ഓഫ് ദ ഫോർമേഷനെ കുറിച്ചും ഇയാൾ പറഞ്ഞു. അപ്പം സൈൻ ലോ ഓഫ് ദ റിഫ്രാക്ഷൻ ആൻഡ് എംപിറിക്കൽ account of the rainbow and the proposal of naturalistic account of the formation of earth and planet. He also offered a new vision of natural world that continue to shape our thought today. ഇയാൾ ന്യൂ വിഷനെ കുറിച്ച് ഓഫർ ചെയ്തു. എന്താണ് നമ്മുടെ ഈ നാച്ചുറൽ വേൾഡിന് അത് കണ്ടിന്യൂ ടു ഷേപ്പ്, നമ്മൾ ഇന്ന് കാണുന്ന ഷേപ്പിലേക്ക് ആയതിനെ കുറിച്ചുള്ളതും ഇയാൾ പറഞ്ഞു. A world of matter possessing a few fundamental properties and interacting according to few universal laws. This natural world included an immaterial mind, and human being was directly related to the brain in this way. മനുഷ്യന്മാർ ഡയറക്റ്റ്ലി ആയിട്ട് ബ്രെയിനായിട്ട് റിലേറ്റഡ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഡിസ്കർട്ട് ഫോർമുലേറ്റ് ദ മോഡേൺ വേർഷൻ ഓഫ് മൈൻഡ് ബോഡി പ്രോബ്ലത്തെക്കുറിച്ചും ഇയാൾ പറഞ്ഞിട്ടുണ്ട്. mind body problem. In metaphysics, he provide argument of the existence of God. Metaphysics argument of ഗോഡിൻ്റെ നിലനിൽപ്പിനെ കുറിച്ചും ആർഗ്യുമെൻറ്റ് ചെയ്തു. ടു ഷോ ദാറ്റ് ദ എസെൻസ് ഓഫ് ദ മാറ്റർ ഇൻ എക്സ്റ്റൻഷൻ ഇൻ ദ സെൻസ് ഓഫ് മൈൻഡ് ഇസ് തോട്ട്. മൈൻഡിൻ്റെ എസെൻസ് എന്ന് പറഞ്ഞാൽ അത് ചിന്തയാണ്. ഡെസ്കാർട്ടസ് ക്ലെയിംഡ് ഏർലി ഓൺ ടു ദ പോസ് എ സ്പെഷ്യൽ മെത്തേഡ് വിച്ച് വാസ് വേരിയസ്ലി എക്സിബിറ്റഡ് ഇൻ മാത്തമെറ്റിക്സ്, നാച്ചുറൽ ഫിലോസഫി ആൻഡ് മെറ്റാഫിസിക്സ്. A latter part of his life include was supplemented by method of doubt. Descartes presented his idea on major work published during the lifetime discourses on the method in French ഭാഷയിൽ എഴുതിയ ഡിസ്കോഴ്സസ് ഓൺ മെത്തേഡ് വിത്ത് ഇറ്റ്സ് എസ്സേ. അതേപോലെ തന്നെ അയാളുടെ എസ്സേകളുണ്ട്. അപ്പം ഡിസ്കോഴ്സസ് ഓൺ മെത്തേഡ് ഇൻ 1637. ഓക്കെ, ഇത് എസ്സേ ആണ്. ഡിയോപെട്രിക്സ് ആൻഡ് മെട്രോളജി, ജിയോമെട്രി ആൻഡ് ദ മെഡിറ്റേഷൻ ഓൺ ദ ഫസ്റ്റ് ഫിലോസഫി ഓൺ മെറ്റാഫിസിക്സിൽ എഴുതിയിട്ടുള്ള എന്താണ് മെഡിറ്റേഷൻ ഓൺ ഫസ്റ്റ് ഫിലോസഫി. അപ്പോൾ എന്തൊക്കെയാണ് ഡിസ്കസസ് ഓൺ മെത്തേഡ് ഇൻ ഫ്രഞ്ച് ഇൻ 1637. പിന്നെ എസ്സേ ഉണ്ട് ഡിയോപെട്രിക്സ് ആൻഡ് മെട്രോളജി, ജിയോമെട്രി ആൻഡ് മെഡിറ്റേഷൻ ഓൺ ഫസ്റ്റ് ഫിലോസഫി മെറ്റാഫിസിക്സിൽ. ആൻഡ് പിന്നെ വിത്ത് ഇറ്റ്സ് ഒബ്ജെക്ഷൻ ആൻഡ് റിപ്ലൈസ്
ഒബ്ജക്ഷനും റിപ്ലൈസും ലാറ്റിൻ ഭാഷയിലാണ്. പ്രിൻസിപ്പിൾ ഓഫ് ഫിലോസഫി കവറിങ് ഈസ് മെറ്റാഫിസിക്സ് ആൻഡ് മച്ച് ഓഫ് നാച്ചുറൽ ഫിലോസഫി. അതും നാച്ചുറൽ ഫിസിക്സിനായിട്ടും കൂടുതൽ ഇത് മെറ്റാഫിസിക്സ് ആണ് കവർ ചെയ്യുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് ഫിലോസഫി എന്ന് പറയുന്നതിൽ. ആൻഡ് പാഷൻ ഓഫ് ദ സോൾ ഓൺ ദി ഇമോഷൻ, പാഷൻ ഓഫ് ദ സോൾ. അപ്പോൾ ഓർത്ത് വെക്കുക, പാഷൻ ഓഫ് ദ സോൾ, പ്രിൻസിപ്പിൾ ഓഫ് ഫിലോസഫി, ഒബ്ജക്ഷൻ ആൻഡ് റിപ്ലൈസ് ആൻഡ് മെഡിറ്റേഷൻ ഓഫ് ദ ഫസ്റ്റ് ഫിലോസഫി, ഡിസ്കോഴ്സ് ഓഫ് മെത്തേഡ്. അപ്പം ആ 4 ബുക്കുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വി ഗോയിങ് ടു സ്റ്റഡി അബൌട്ട്, നമുക്ക് സർ ഐസക് ന്യൂട്ടനെ കുറിച്ചും പഠിക്കാണ്. ഇമ്പോർട്ടൻറ്റ് വർക്ക് പബ്ലിഷ് ദ പോസ്റ്റ്ഹൂംസ്ലി ഇൻക്ലൂഡ് ഈസ് ലെറ്റർ. അവരുടെ ലെറ്റേഴ്സ് ഉണ്ട്. വേൾഡ് ഓൺ ട്രീറ്റീസ് ഓൺ ലൈറ്റ്, വേൾഡ്, പിന്നെ അതുപോലെ തന്നെ ട്രീറ്റീസ് ഓൺ ലൈറ്റ് ആൻഡ് കണ്ടെയ്ൻ ദ കോർ ഓഫ് ഹിസ് നാച്ചുറൽ ഫിലോസഫി, ട്രീറ്റീസ് ഓൺ മാൻ, ട്രീറ്റീസ് ഓൺ ലൈറ്റ്, ട്രീറ്റീസ് ഓൺ മാൻ. പിന്നെ അതുപോലെ തന്നെ കണ്ടെയ്നിങ് ഹിസ് ഫിലോസഫി ദ മെക്കാനിസ്റ്റിക് സൈക്കോളജി, ഫിസിയോളജിയും സൈക്കോളജിയെക്കുറിച്ചും, ദ റൂൾ ഫോർ ഡയറക്ഷൻ ഓഫ് ദ മൈൻഡ്, ഡയറക്ഷൻ ഓഫ് മൈൻഡിൻ്റെ റൂൾസും. പിന്നെ ദ ട്രീറ്റീസ് ഓൺ മാൻ, ട്രീറ്റീസ് ഓഫ് ദ ലൈറ്റ് ആൻഡ് ഹിസ് ലെറ്റേഴ്സ്, വേൾഡ്. സോളി അൺഫിനിഷ്ഡ് വർക്ക് അറ്റംപ്റ്റിംഗ് ടു സെറ്റ് ഔട്ട് ദിസ് മെത്തേഡ്. ഇനി അടുത്ത സയർ ഐസക് ന്യൂട്ടനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻ 1642 1727, 1642 മുതൽ 1727. അപ്പോൾ നേരത്തെ ആൾ 1561 ഫ്രാൻസിസ് ബാക്കോണാണ്. 1561 മുതൽ 1626. പിന്നെ ഫ്രെന്നെ ഡെസ്കാർട്ടസ് 1596 മുതൽ 1650 വരെ, 1827 വരെ. ഇംഗ്ലീഷ് ഫിസിസിസ്റ്റ് ആൻഡ് മാത്തമെറ്റീഷ്യൻ, ഇംഗ്ലീഷ് ഫിസിസിസ്റ്റുമാണ് അതേപോലെ തന്നെ മാത്തമെറ്റീഷ്യനുമാണ്. വാസ് എ കുൾമിനേറ്റീവ് ഫിഗേഴ്സ് ഓഫ് ദ സയൻറ്റിഫിക് റെവല്യൂഷൻ ഇൻ 17th century. 17th നൂറ്റാണ്ടിലെ സയൻറ്റിഫിക് റെവല്യൂഷൻ്റെ ഒരു കുൾമിനേറ്റിംഗ് ഫിഗറാണ് സർ ഐസക് ന്യൂട്ടൺ. ഹി ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ മോഡേൺ ഫിസിക്കൽ ഒബ്ജക്ട്, മോഡേൺ ഫിസിക് ഒബ്ജക്ട്സിൻ്റെ ഒരു ഫൗണ്ടേഷൻ കൊടുത്ത ആളാണ്. ഹിസ് 3 law ഓഫ് മോഷൻ, ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് മോഡേൺ ഫിസിക്സ്. മോഡേൺ ഫിസിക്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ബേസിക് പ്രിൻസിപ്പിൾ ഈ 3 law ഓഫ് മോഷനാണ്. റിസൾട്ട് ഇൻ ഫോർമുലേഷൻ ഓഫ് ദ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ലോ ഓഫ് ഗ്രാവിറ്റേഷനെ കുറിച്ചും ഇയാൾ പറഞ്ഞിട്ടുണ്ട്. ഇൻ മാത്തമെറ്റിക്സ് ഈ വാസ് ദ ഒറിജിനൽ ഡിസ്കവറി ഓഫ് ഇൻഫിനിറ്റെസിമൽ കാൽക്കുലസ്, ഇൻഫിനിറ്റെസിമൽ കാൽക്കുലസ്. അപ്പോൾ ആ നെയിം ഒന്ന് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ഒന്ന് ഓർത്ത് വെക്കാം. ഇൻഫിനിറ്റെസിമൽ കാൽക്കുലസ്. ന്യൂട്ടൺ ഫിലോസഫിയ നാച്ചുറലിസ് പ്രിൻസിപ്പിയ മാത്തമെറ്റിക്ക എന്ന് വെച്ചാൽ മാത്തമെറ്റിക്കൽ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ഫിലോസഫി എന്നാണ്. മാത്തമെറ്റിക്കൽ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ഫിലോസഫി was one of the most important single work in history of modern science. Mathematical principle of natural philosophy in 1687.